എങ്ങനെ ഈ ഹോളിഡേ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമെന്നോ എനിക്കറിയില്ല. പക്ഷെ അത് പുരുഷന്മാർക്ക് വേണ്ടി ഇന്ന് ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റാകുമെന്നുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്. എല്ലായ്പ്പോഴും എന്റെ മൂഡ് സ്വിങ്സിനെ പറ്റി പരാതിപ്പെടുന്ന പ്രിയപ്പെട്ട സ്ത്രീകളോട്, അങ്ങനെയുള്ളവരോട് മാത്രം, എന്റെ മൂഡ് സ്വിങ്സ്, എന്റെ ദേഷ്യം, അല്ലെങ്കിൽ എന്റെ അസഹിഷ്ണുത, ഇതൊക്കെ എന്റെ മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണ്, അല്ലെങ്കിൽ എന്റെ ഫിസിക്കൽ പ്രോബ്ലം കൊണ്ടാണ് എന്ന് മൂഡ് സ്വിങ്സിനെ പറ്റി വളരെയധികം സ്ട്രെസ് ചെയ്ത് പറയുന്നവരോട്, പുരുഷന്മാരും മൂഡ് സ്വിങ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പുരുഷന്മാരും മൂഡ് സ്വിങ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്കതിനെ എടുത്തു പറയാൻ, അടിവരയിട്ട് പറയാൻ ഒരു വലിയ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ സംഭവങ്ങൾ ഇല്ല എന്നുള്ളതാണ്. പുരുഷന്മാരും മൂഡ് സ്വിങ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയാം. ചില സാഹചര്യങ്ങളിൽ പുരുഷന്മാരെ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ബൈക്ക് റോഡിലൂടെ പോകുമ്പോൾ ഒരു കാൽനടക്കാരൻ ഇടിച്ചാൽ തെറ്റാരുടേതാണ്? ഓട്ടോമാറ്റിക്കലി ബൈക്കുകാരൻ്റെതാക്കി മാറ്റുന്നു. KSRTC ബസ്സാണ് ബൈക്കുമായി കൂട്ടിയിടിക്കുന്നതെങ്കിൽ തെറ്റ് ഓട്ടോമാറ്റിക്കലി KSRTCയുടേതാണ്. ഇത്തരം മുൻവിധികളാണ് പലപ്പോഴും ഞങ്ങൾ പുരുഷന്മാർ നേരിടാറുള്ളത്.